ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായയ്ക്കൊപ്പം വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബനാന ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ബനാന ബൈറ്റ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല രുചികരമായിട്ടുള്ളത് നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുമ്പോഴാണ് കേട്ടോ. അതായത് ചെറുതായിട്ട് പഴുത്ത പഴത്തിനേക്കാളും നല്ലത് ഇതുപോലെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിലും അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിക്ക് ചെറിയ പീസാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കണമെന്നില്ല കേട്ടോ, നമുക്കൊന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യം ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആ തേങ്ങ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്ത് മെയിനായിട്ട് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 ബ്രെഡ് കേട്ടോ. 4 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ആ 4 ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു മുട്ടയും കൂടിയാണ്. അപ്പോൾ ആ ഒരു മുട്ടയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. ഈ ഒരു മുട്ടയും ചേർത്ത് കൊടുത്ത ശേഷം കൈ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ അങ്ങനെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാനായിട്ട്, മിക്സ് ചെയ്തെടുക്കാനായിട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത്. ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ നമ്മുടെ ഈ ടെക്സ്ചർ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴത്തിന് അത്യാവശ്യം മധുരമുള്ളതാണ്. അപ്പോൾ അത് നോക്കി വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മധുരം ഇതിന് ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ ആ ഒരു മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ നമ്മളൊരു അല്പം ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പകരം മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതായത് 2 മുട്ടയുടെ വെള്ളം ചേർക്കണം കേട്ടോ, മഞ്ഞ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ബനാന ബൈറ്റ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഇത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ സ്നാക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് നമുക്കിതിലേക്ക് ഓരോ ബോൾസാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിതിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിടണം എന്നുള്ള ആവശ്യമില്ല. ചെറുതായിട്ട് ഒരു അല്പമായിട്ട് നമ്മുടെ ഈ മിക്സ് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലേക്ക് നമുക്ക് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വലിയ പീസാക്കിയിട്ട് നമ്മുടെ ഈ മിക്സ് ഇടാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ അകം വന്നിട്ട് ഇച്ചിരി ഭയങ്കരമായിട്ട് സോഫ്റ്റും പുറം ഭാഗം ലൈറ്റായിട്ട് ക്രിസ്പിനെസ് മാത്രമേ ആകുള്ളൂ. പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട. ഒരുപാട് ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിയിട്ട് അകം വേകാതെ കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരൊക്കെ ഒന്ന് ചായക്കൊപ്പം എന്തെങ്കിലും ചെറിയൊരു സ്നാക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ ബനാന ബൈറ്റ്സ് എല്ലാം നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ എൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ പറയുന്നതാണ്, എടുക്കാൻ സമയം ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോയി കിട്ടും. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.